Good morning students. Good morning. നമ്മൾ ഇതുവരെ സ്റ്റഡി ചെയ്ത എല്ലാ സബ്ജക്റ്റിന്റെയും അതായത് മാത്സ്, ഇംഗ്ലീഷ്, ബേസിക് സയൻസ്, സോഷ്യൽ സയൻസ്, പിന്നെ GK അതിന്റെ നമ്മൾ പഠിച്ച ചാപ്റ്റേഴ്സ് ഒന്നുകൂടി നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ ഇംഗ്ലീഷ് എടുക്കുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മൾ 3 ചാപ്റ്റർ സ്റ്റഡി ചെയ്തു അല്ലേ? ഏതൊക്കെ ചാപ്റ്റർ ആയിരുന്നു? നമ്മുടെ ഫ്രോഗ് ആൻഡ് ദ നൈറ്റിംഗേൾ, പിന്നെ ഏതായിരുന്നു ദ ഫോർ ഡ്രാഗൺസ് അല്ലേ, ദ ലെജൻഡ് ഓഫ് ദ ഫോർ ഡ്രാഗൺസ്, ആൻഡ് തേർഡ് ചാപ്റ്റർ നമ്മൾ സ്റ്റഡി ചെയ്ത നെൽസൺ മണ്ടേല. അങ്ങനെ 3 ചാപ്റ്റർ നമ്മൾ സ്റ്റഡി ചെയ്തു. അപ്പൊ ആ 3 ചാപ്റ്ററിൽ നമ്മൾ എന്താ പഠിച്ചതെന്നുള്ളത് ഒന്നുകൂടി നമുക്കൊന്ന് നോക്കാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഫ്രോഗ് ആൻഡ് നൈറ്റിംഗേളിൽ എന്തായിരുന്നു ആ ഒരു പോയം? എന്തായിരുന്നു ഫ്രോഗ് ആൻഡ് നൈറ്റിംഗേൾ? ആ പോയത്തിൽ നമ്മൾ എന്താ സ്റ്റഡി ചെയ്തത്? അതായത് ഒരു ഫ്രോഗും നൈറ്റിംഗേളും അല്ലേ, അതായത് ഒരു ബോഗില് നമ്മുടെ ഫ്രോഗ് ആയിരുന്നു അവിടെ അല്ലേ, അവന്റെ ഹാർഷ് വോയിസ് വെച്ചിട്ട് അവിടെ പാടിക്കൊണ്ടിരുന്ന ആരായിരുന്നു? ഫ്രോഗ് ആയിരുന്നു. അവിടെ ഒരു ദിവസം ഒരു നൈറ്റിംഗേൾ വന്ന് പാടാൻ തുടങ്ങിയപ്പോൾ അവരുടെ ആളുകൾക്കെല്ലാം എന്താണ് നൈറ്റിംഗേളിന്റെ പാട്ട് ഇഷ്ടപ്പെടുകയും അവരത് ആസ്വദിക്കാൻ തുടങ്ങുകയും ചെയ്തു. അപ്പൊ നമ്മുടെ ആൾക്ക് ഫ്രോഗിന് തീർച്ചയായിട്ടും ഒരു എന്ത് ഫീൽ ചെയ്തു? ഒരു ചെറിയ കോംപ്ലക്സ് ഫീൽ ചെയ്തില്ലേ? എന്നിട്ട് എന്ത് ചെയ്തു? നമ്മുടെ നൈറ്റിംഗേളിനെ ആ ഫ്രോഗിന്റെ പരിധിയിലാക്കി. നൈറ്റിംഗേളിനെ എന്താണ് രാപ്പകലില്ലാതെ ട്രെയിനിങ് കൊടുത്തു അല്ലേ, പാട്ട് പാടാൻ ഞാൻ പഠിപ്പിക്കാമെന്നും പറഞ്ഞിട്ട് കൂടുതൽ ട്രെയിനിങ് കൊടുക്കുകയും അങ്ങനെ നമ്മുടെ നൈറ്റിംഗേളിന്റെ ആരോഗ്യസ്ഥിതി വഷളാവുകയും ലാസ്റ്റ് നൈറ്റിംഗേൾ മരിക്കുകയുമാണ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ എന്താണ് ഫ്രോഗ് നൈറ്റിംഗേളിനെ വെച്ചിട്ട് കുറെ എന്താണ് പൈസ ഉണ്ടാക്കി അല്ലേ, നൈറ്റിംഗേളിന്റെ പാട്ട് വെച്ചിട്ട് അത് കേൾക്കാൻ വരുന്ന ആളുകളുടെ നിന്നും നമ്മുടെ ഫ്രോഗ് എന്ത് ചെയ്യും? പൈസ കളക്ട് ചെയ്തിട്ടായിരുന്നു ആ ഒരു പാട്ട് കേൾക്കാൻ അവസരം നൽകിയത്. അപ്പൊ നമ്മുടെ നൈറ്റിംഗേളിന്റെ ആ ഒരു നല്ല ഗുണത്തെ ആ ഒരു കഴിവിനെ, നല്ല കഴിവിനെ നമ്മുടെ ഫ്രോഗ് നശിപ്പിക്കുകയാണ് ചെയ്തത്. അതായത് എന്താണ്, ആ ബോഗില് താൻ മാത്രമേ ഉണ്ടാകാവൂ, അതായത് പാട്ട് പാടുന്നില്ലേ, അല്ലെങ്കിൽ തന്റെ ആ ഒരു സ്ഥാനം നൈറ്റിംഗേൾ തട്ടിയെടുത്തത് കൊണ്ടാണ് ഫ്രോഗ് എന്ത് ചെയ്തത്? നമ്മുടെ നൈറ്റിംഗേളിനെ പയ്യ സൂത്രത്തിലൂടെ ഇല്ലാതാക്കിയത്. അപ്പൊ ആ ഒരു കഥയാണല്ലേ, ആ ഒരു പോയത്തിൽ നമ്മൾ പഠിച്ചത് നൈറ്റിംഗേളും ഫ്രോഗും തമ്മിലുള്ള ഈ ഒരു കഥയെ കുറിച്ചിട്ടാണ്. അപ്പൊ അതിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തായിരുന്നില്ലേ? ഫസ്റ്റ് നമ്മൾ റീഡിംഗ് കോംപ്രഹെൻഷനിൽ നോക്കി. അതിലൊരു എന്താണ് ഒരു 3 റീഡിംഗ് കോംപ്രഹെൻഷനിൽ നമ്മുടെ ഒരു 3 ക്വസ്റ്റ്യൻ ഉണ്ട്. അത് നമ്മൾ എന്താ, ദ ക്രിയേച്ചർ ഓഫ് ദ ഫ്രോഗ് ലോദർ ദ ഫ്രോഗ് വോയിസ് ബിക്കോസ് എന്തുകൊണ്ടായിരുന്നു? ദ ഫ്രോഗിന്റെ ഹാഷ് വോയിസിൽ, ഒരു ഭയങ്കര ഹാഷ് വോയിസിലായിരുന്നു ഫ്രോഗ് ഇങ്ങനെ പാടിക്കൊണ്ടിരുന്നത്. ദ ഫ്രോഗ് വാസ് അപ്സെറ്റ് ബിക്കോസ് എന്തുകൊണ്ടാണ് ഫ്രോഗ് അപ്സെറ്റ് ആയത്? ദ ബോഗ് ആനിമൽസ് അഡ്മയർഡ് ദ നൈറ്റിംഗേൾ സോങ് ആൻഡ് അപ്ലോഡഡ് ക്ലോസ്ലി. അപ്പൊ എന്തായിരുന്നു? നമ്മുടെ നൈറ്റിംഗേളിന്റെ പാട്ട് എല്ലാവരും ഇഷ്ടപ്പെടാൻ തുടങ്ങി, അതിനെ പുകഴ്ത്താൻ തുടങ്ങിയപ്പോഴത്തെ ഫ്രോഗ് എന്തായി? അപ്സെറ്റ് ആയി. കാരണം ബാക്കി എല്ലാവരും നൈറ്റിംഗേളിന്റെ പാട്ടിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. ദ നൈറ്റിംഗേൾ ഡൈഡ് ബിക്കോസ് നൈറ്റിംഗേൾ മരിച്ചു. എന്തുകൊണ്ടായിരുന്നു? എന്തായിരുന്നു? ഷീ വാസ് ടയേർഡ് സിക്ക് ആൻഡ് ഓവർവർക്ക്ഡ് ബൈ ദ ഫ്രോഗ്. ഫ്രോഗ് ഇങ്ങനെ ഓരോ ദിവസം ചെല്ലുന്നവരും രാപ്പകലില്ലാതെ മഞ്ഞത്തും മഴയത്തും എല്ലാം ഇങ്ങനെ നമ്മുടെ നൈറ്റിംഗേൾ ട്രെയിനിങ് കൊടുത്ത് നൈറ്റിംഗേൾ അവസാനം വയ്യാതായിട്ട് മരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു 3 ക്വസ്റ്റ്യൻസ് നമ്മൾ സ്റ്റഡി ചെയ്തായിരുന്നു. പിന്നുള്ള കുറച്ച് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ഇൻ ബ്രീഫ് ഇല്ലേ, ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ B സെക്ഷനും C സെക്ഷനും നമ്മൾ ഡിസ്കസ് ചെയ്ത് നോട്ട്സ് കംപ്ലീറ്റ് ആണ് അല്ലേ. പിന്നെ നമ്മൾ പോയറ്റിക് ഡിവൈസസ് ആണ് അതിൽ സ്റ്റഡി ചെയ്തത്. പോയറ്റിക് ഡിവൈസസ് ഏതൊക്കെയുണ്ട്? ആലിറ്ററേഷൻ, ഒനോമറ്റോപിയ, പേഴ്സോണിഫിക്കേഷൻ. ഈ 3 പോയറ്റിക് ഡിവൈസസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. പിന്നെ നമ്മൾ നെക്സ്റ്റ് പഠിച്ച ചാപ്റ്റർ ഏതാണ്? ദ ലെജൻഡ് ഓഫ് ദ ഫോർ ഡ്രാഗൺസ്, അതായത് 4 ഡ്രാഗൺസിന്റെ കഥയാണ് അല്ലേ. യെല്ലോ, ലോങ്, ബ്ലാക്ക്, പേൾ എന്ന് പറയുന്ന 4 ഡ്രാഗൺസിന്റെ സ്റ്റോറിയാണ്. അത് നമ്മുടെ എർത്തിലും സീയിലും ഒക്കെയുള്ള പീപ്പിളിനെ സേവ് ചെയ്യുന്ന ആ ഒരു സ്റ്റോറിയാണ് നമ്മൾ ഈ ലെജൻഡ് ഓഫ് ദ ഫോർ ഡ്രാഗൺസിൽ സ്റ്റഡി ചെയ്തത്. ഇപ്പൊ ഒരു രാജാവ് ഉണ്ടായിരുന്നില്ലേ, എന്താ എംപറർ, ഒരു ജയഡ് എംപറർ. അദ്ദേഹത്തിന് നല്ല രീതിയിൽ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നില്ലേ. സീയിലെ എർത്തിലേക്കുള്ള ആളുകളെ സംരക്ഷിക്കാനുള്ള ഡ്യൂട്ടി നല്ല വൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു എംപറർ ആയിരുന്നു. പക്ഷെ അദ്ദേഹം ഒരു ഫെയറിക്യൂനെ മാരി ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി മറന്നുപോയി. കാരണം ഫെയറിക്യൂൻ ഒരു പാട്ടിലൂടെ അദ്ദേഹത്തെ ഫെയറിക്യൂന്റെ മാത്രമായിട്ട് മാറ്റിയെടുത്തു. അപ്പോഴത്തേനും അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി അദ്ദേഹം മറക്കുകയും മഴയൊക്കെ കിട്ടാതെ നമ്മുടെ ഭൂമിയിലുള്ള ആളുകൾ കഷ്ടപ്പെടാനും പട്ടിണി കിടക്കാനും ഒക്കെ തുടങ്ങിയപ്പോഴത്തേക്കും അവരെ രക്ഷിക്കാൻ നമ്മുടെ 4 ഡ്രാഗൺസ് ശ്രമിക്കുന്ന ഒരു സ്റ്റോറിയാണ് നമ്മളത് സ്റ്റഡി ചെയ്തത്. അപ്പൊ അവസാനം ആ 4 ഡ്രാഗൺസിനെ എന്താണ് ജയിലിൽ അടയ്ക്കുമ്പോഴത്തേനും ഇല്ലേ, മൗണ്ടൻ ഗോഡ് അവരെ ജയിലിലടയ്ക്കുകയും അവരത് ജയിലിലടക്കപ്പെടാതിരിക്കാൻ വേണ്ടി അവര് റിവർ ആയിട്ട് മാറുകയും ചെയ്തു ചൈനയിൽ അല്ലേ. അപ്പൊ അത്രയും ആ ഒരു കാര്യമാണ് നമ്മൾ ആ ഒരു സ്റ്റോറിയിൽ
സ്റ്റഡി ചെയ്തത് അല്ലേ. ചൈനയിലെ പ്രധാനപ്പെട്ട 4 നദിയാണ് നമ്മുടെ ഈ ലോങ്, യെല്ലോ, ബ്ലാക്ക്, ഈ 4 നദികൾ, ഈ 4 ഡ്രാഗൺസ് ആ നദികളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സ്റ്റോറിയിൽ നമ്മൾ കുറച്ച് ന്യൂ വേർഡ്സ് ഒക്കെ സ്റ്റഡി ചെയ്തായിരുന്നു അല്ലേ. നമ്മൾ ആദ്യത്തെ പോയതിൽ നമ്മൾ ന്യൂ വേർഡ്സ് സ്റ്റഡി ചെയ്തു. നമ്മുടെ ഈ സെക്കൻഡ് സ്റ്റോറിയിലും നമ്മൾ ന്യൂ വേർഡ്സ് സ്റ്റഡി ചെയ്തിട്ടുണ്ട്. ആ ന്യൂ വേർഡ്സ് എല്ലാം നല്ല വൃത്തിയിൽ അതിന്റെ മീനിങ് ആയിട്ട് പഠിച്ചു വെച്ചേക്കാം. സ്പെല്ലിങ്ങും കറക്റ്റായിട്ട് എഴുതാൻ, അതിന്റെ മീനിങ്ങും തെറ്റിപ്പോകുന്നു. അതിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തായിരുന്നു. നെയിം ദ 4 ഡ്രാഗൺസ്, ഡ്രാഗൺസിന്റെ പേരെന്താണ്, അവരുടെ ജോലി, വാട്ട് വാസ് ദെയർ ജോബ്, പിന്നെ whom did Jay Emperor marry, Jay Emperor ആരെയായിരുന്നു മാരി ചെയ്തതാണ് തുടങ്ങിയ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ആ ചാപ്റ്ററിലും ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ അതിൽ പ്രിഫിക്സും സഫിക്സും നോക്കിയായിരുന്നു. എന്താണ് പ്രിഫിക്സ്? 1 or more letters arranged before a base word to form a new word is called a prefix. എന്താ പ്രിഫിക്സ്? നമ്മളൊരു വേർഡ് എഴുതിയിട്ട് അല്ലേ അതിന് മുന്നിൽ 2 or more ലെറ്റേഴ്സ് ചേർത്തിട്ട് പുതിയൊരു വേർഡ് ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ എന്ത് പറഞ്ഞത്? പ്രിഫിക്സ് എന്ന് പറഞ്ഞത്. ഇപ്പൊ ഹാപ്പി എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ മുന്നേ, ആ വേർഡിന്റെ മുന്നേ അൺ ചേർക്കുകയാണെങ്കിൽ എന്തായിട്ട് മാറി? അൺഹാപ്പി ആയിട്ട് മാറി. അപ്പം അങ്ങനെ നമ്മൾ ഒരു ബേസ് വേർഡിന്റെ മുന്നിൽ 2 or more ലെറ്റേഴ്സ് ചെയ്തിട്ട് ഒരു ന്യൂ വേർഡ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രിഫിക്സ് എന്ന് പറഞ്ഞത്. സഫിക്സ് എന്തായിരുന്നു? 1 or more letters arranged after the base word is called a suffix. അപ്പം ഒരു വേർഡ് എഴുതിയിട്ട് അതിനുശേഷം നമ്മൾ 2 or more ലെറ്റേഴ്സ് ചേർത്തിട്ട് പുതിയൊരു വേർഡ് നിർമ്മിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ സഫിക്സ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പം ബ്യൂട്ടി, ബ്യൂട്ടി നമ്മൾ എഴുതിയിട്ട് അതിന്റെ ഇതിൽ ബേസ് വേർഡാണ് ബ്യൂട്ടി. ബ്യൂട്ടിയുടെ ബ്യൂട്ടി കഴിഞ്ഞിട്ട് നമ്മൾ എന്തോ എഴുതുന്നത്? ഫുൾ, എല്ലാം കൂടെ ചേർത്ത് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ പുതിയൊരു വേർഡ് ഉണ്ടാക്കിയിടും. ബേസ് വേർഡ് കഴിഞ്ഞിട്ട് 2 or more ലെറ്റേഴ്സ് ചേർത്ത് എഴുതുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സഫിക്സ് എന്ന് പറഞ്ഞു. പ്രിഫിക്സും സഫിക്സും നമ്മൾ സ്റ്റഡി ചെയ്തായിരുന്നു. പിന്നീട് നമ്മൾ പഠിച്ച നെക്സ്റ്റ് ചാപ്റ്റർ ഏതാണ്? നെൽസൺ മണ്ടേല അല്ലേ. നെൽസൺ മണ്ടേല എന്ന ചാപ്റ്ററിൽ നമ്മൾ എന്താണ് നമ്മുടെ സൗത്ത് ആഫ്രിക്കൻ പ്രസിഡന്റ് ആയിരുന്ന അല്ലേ, ഫോമർ പ്രസിഡന്റ് ആയിരുന്ന നെൽസൺ മണ്ടേലയെ കുറിച്ചും അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിലെ അപ്പാരറ്റിക് മൂവ്മെന്റ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നടത്തിയ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ചാണ് നമ്മൾ ആ ചാപ്റ്ററിൽ സ്റ്റഡി ചെയ്യുന്നത്. ആ ചാപ്റ്ററിൽ നമ്മൾ കുറച്ച് ന്യൂ വേർഡ്സും അതിന്റെ മീനിങ്സും സ്റ്റഡി ചെയ്താൽ ഏതൊക്കെ വേർഡ്സ് ആണ് നമ്മൾ പഠിച്ചത്? ചെറിഷ്ഡ്, അപ്പാരറ്റിക്, ട്രാപ്പ്, ബോയ്കോട്ട്, പാഷനേറ്റ്, കോസ, പിന്നെ എക്സ്പെൽഡ്, പോളിസീസ്, racial discrimination, advocated, protest, imprisonment, eradication, multiracial, negotiate, overwhelming, transition, clutches, multi-ethnic. അപ്പോൾ ഇത്ര ന്യൂ വേർഡ്സ് നമ്മൾ സ്റ്റഡി ചെയ്തായിരുന്നു. അതിൻ്റെ താഴെ റീഡിംഗ് കോംപ്രഹെൻഷൻ എൻഡ് ഓഫ് ദ ചാപ്റ്റർ എക്സസൈസ് ഫുള്ള് നമ്മൾ കവർ ചെയ്തായിരുന്നു. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യനിൽ 3 ക്വസ്റ്റ്യൻ നമ്മൾ സ്റ്റഡി ചെയ്തു. അപ്പം ഈ നമുക്ക് ഉടനെ എക്സാം ഉണ്ട്. അപ്പം ഈ എക്സാമിന് വരുന്നത് ഈ 3 ചാപ്റ്റേഴ്സ് ആണ്. ഏതൊക്കെയാണ്? ഫ്രോഗ് ആൻഡ് ദ നൈറ്റിംഗേൽ, ദ ലെജൻഡ് ഓഫ് ദ 4 ഡ്രാഗൺസും നെൽസൺ മണ്ടേല. അപ്പൊ ഈ 3 ചാപ്റ്ററിലെയും എന്താണ് ന്യൂ വേർഡ്സ്, അതിന്റെ മീനിങ് സ്റ്റഡി ചെയ്യുക. എൻഡ് ഓഫ് ദ ചാപ്റ്റർ എക്സസൈസിൽ അതിനകത്ത് കിടക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും നല്ല രീതിയിൽ പഠിച്ചു. ഇനി നമുക്ക് അടുത്ത സബ്ജക്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമ്മള് ബേസിക് സയൻസ് സ്റ്റഡി ചെയ്തായിരുന്നു അല്ലേ. ബേസിക് സയൻസ് നമ്മൾ എത്ര ചാപ്റ്റർ പഠിച്ചു? 3 ചാപ്റ്റർ നമ്മൾ സ്റ്റഡി ചെയ്തു. മാത്തമാറ്റിക്സ്, നേച്ചർ, ഫുഡ്, ക്ലാസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽ. അപ്പൊ ഈ 3 ചാപ്റ്ററിന്റെയും നോട്ട്സും കംപ്ലീറ്റ് ആയി. അപ്പൊ നമ്മൾ ആദ്യം പഠിച്ച ചാപ്റ്റർ മാത്തമാറ്റിക്സ്, നേച്ചർ. അതിനകത്ത് എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മള് മാറ്റർ എന്താണെന്ന് പഠിച്ചു, മാറ്റർ ആൻഡ് എനർജി എന്താണെന്ന് നോക്കിയായിരുന്നു അല്ലേ. പിന്നെ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, കാരണം ദ്രാവകം, വാതകം, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. പിന്നെ അതിന്റെ ചേഞ്ചസ് ഇൻ സ്റ്റേറ്റ് ഓഫ് മാറ്റർ, ഓരോ ഇപ്പം സോളിഡിൽ നിന്ന് എങ്ങനെ ലിക്വിഡിലേക്ക്, ലിക്വിഡ് എങ്ങനെ ഗ്യാസ്. അപ്പൊ ആ ഒരു രീതി എങ്ങനെ സ്റ്റേറ്റ്, അതിന്റെ ഓരോ മാറ്ററിന്റെയും സ്റ്റേറ്റ് എങ്ങനെയാണ് മാറുന്നത് നമ്മൾ പഠിച്ചായിരുന്നു. അതിനുശേഷം നമ്മൾ ആ ചാപ്റ്ററിൽ എന്താ കോമ്പോസിഷൻ ഓഫ് മാറ്റർ പഠിച്ചില്ലേ. അതായത് മാറ്ററിനെ അതിന്റെ കോമ്പോസിഷൻ അനുസരിച്ച് നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്ത് പ്യുവർ എന്നും ഇംപ്യുവർ എന്നും. പിന്നെ പ്യുവർ സബ്സ്റ്റൻസ് എന്താണെന്ന് നമ്മൾ പഠിച്ചു, ഇംപ്യുവർ സബ്സ്റ്റൻസ് എന്താണെന്ന് പഠിച്ചു. പ്യുവർ സബ്സ്റ്റൻസിൽ തന്നെ നമ്മൾ എലമെന്റ് എന്താണെന്ന് പഠിച്ചു. എലമെന്റിനെ നമ്മൾ വീണ്ടും 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തു എന്ന് പറഞ്ഞു, മെറ്റൽ എന്നും നോൺ മെറ്റൽ. ഇതൊക്കെ ഓർമ്മയില്ലേ? ഓക്കെ. അപ്പൊ എന്തായിരുന്നു മെറ്റല്? മെറ്റൽ നമ്മൾ സ്റ്റഡി ചെയ്തു. മെറ്റലിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാന്ന് നോക്കി. നോൺ മെറ്റൽ എന്താണ്, അതിന്റെ ഫീച്ചേഴ്സ് നമ്മൾ സ്റ്റഡി ചെയ്തു. പിന്നെ യൂസസ് ഓഫ് നോൺ മെറ്റൽ അല്ലേ, നോൺ മെറ്റൽ എന്തിനൊക്കെയാണ് പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത് നമ്മൾ സ്റ്റഡി ചെയ്തായിരുന്നു. പിന്നെ നമ്മൾ എന്താണ് കോമ്പൗണ്ട് എന്ന് പഠിച്ചു. പിന്നെ ഇംപ്യുവർ സബ്സ്റ്റൻസ് എന്താണ്, ഇംപ്യുവർ സബ്സ്റ്റൻസിന്റെ അകത്ത് വരുന്ന ആ ഒരു എന്താണ് പ്രധാനപ്പെട്ട എക്സാമ്പിൾസ് നോക്കി. എയർ, നാച്ചുറൽ വാട്ടർ, ഫുഡ്, ഷുഗർ സൊല്യൂഷൻ ആൻഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ്, മെഡിസിൻസ്, അലോയ്സ്, ഇതെല്ലാം
ഇംപ്യൂർ സബ്സ്റ്റൻസിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ സ്റ്റഡി ചെയ്തതാണ്. പിന്നെ ഹോമോജിനസ് ആൻഡ് ഹെറ്ററോജിനസ് സബ്സ്റ്റൻസ് എന്താണെന്ന് പഠിച്ചു. എന്താണ് ഹോമോജിനസ് സബ്സ്റ്റൻസ് എന്തായിരുന്നു എന്ന് പറഞ്ഞു തന്നെ ടീച്ചർ? എന്തായിരുന്നു? A substance is homogeneous if the different parts of it have the same property and composition. അപ്പൊ അതിന്റെ ഏത് ഘടനയിൽ ഏത് ഭാഗം എടുത്താലും എല്ലാ പ്രോപ്പർട്ടീസിലും എല്ലാ ഡിഫറെന്റ് പാർട്സും ഒരുപോലെ ഇരിക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് പാർട്സിനും സെയിം പ്രോപ്പർട്ടി ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഹോമോജിനസ് എന്ന് പറയും. ഹെറ്ററോജിനസ് ആകുമ്പോൾ അങ്ങനെയായിരുന്നു? അല്ല, നമ്മൾ ഡിഫറെന്റ് പാർട്സ് എടുത്താൽ അതിന്റെ പ്രോപ്പർട്ടിയും കോമ്പോസിഷൻ ഘടനയും പ്രോപ്പർട്ടി എല്ലാം എന്തായിരിക്കും? ഓരോ പാർട്ടിലും ഡിഫറെന്റ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ ഹെറ്ററോജിനസ് സബ്സ്റ്റൻസ് എന്ന് സ്റ്റഡി ചെയ്തത്. അതിനുശേഷം നമ്മൾ ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് മാറ്ററിന്റെ ആ ഒരു ബിൽഡിംഗ് ബ്ലോക്സിനെ കുറിച്ച് പഠിച്ചു. അത് നമ്മൾ ആറ്റം എന്താണ്, മോളിക്യൂൾസ് എന്താണ്, ആറ്റം എങ്ങനെയാണല്ലേ, വാട്ട് ആർ ആറ്റം മെയ്ഡ് ഓഫ്, ആറ്റത്തിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, ഇലക്ട്രോൺ, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വീണ്ടും സ്റ്റഡി ചെയ്തത്. അപ്പൊ നമ്മൾ എന്താണ് അതിലെ മാറ്റർ എന്താണ്, മാറ്ററിന്റെ എത്രയായിട്ട് അല്ലെങ്കിൽ സബ്സ്റ്റൻസ് എന്താണ്, സബ്സ്റ്റൻസ് എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു, എലമെന്റ് എന്ത്, കോമ്പൗണ്ട് എന്ത്, അതുപോലെ തന്നെ മെറ്റൽ, നോൺ മെറ്റൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് മാറ്റർ ആൻഡ് നേച്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. പിന്നീട് നമ്മൾ ആ എക്സസൈസിൽ എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ക്ലിയർ ആയിട്ട് അല്ലേ ക്ലാസിഫൈ ചെയ്തു, ഡിസ്കസ് ചെയ്ത് അല്ലേ നോട്ട്സ് ഫുള്ള് കംപ്ലീറ്റ് ആക്കി. പിന്നീട് നമ്മൾ പഠിച്ച ചാപ്റ്റർ ആയിരുന്നു ഫുഡ് എന്ന് പറയുന്നത് അല്ലേ. ഫുഡിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഫുഡ് ഫ്രം പ്ലാന്റ് അല്ലേ, പ്ലാന്റിൽ നിന്ന് നമുക്ക് ഫുഡ് ലഭിക്കുന്നു, ആനിമൽസിൽ നിന്ന് നമുക്ക് ഫുഡ് ലഭിക്കുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പ്ലാന്റിന്റെ തന്നെ നമ്മൾ സ്റ്റെമ്മും ലീഫും അല്ലേ റൂട്ടും ഫ്ലവറും ഒക്കെ നമ്മൾ ഫുഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അത് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് പഠിച്ചാൽ അല്ലേ ഏതൊക്കെയാണ് സ്റ്റെമ്മിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അല്ലെ, സ്റ്റെമ്മിൽ നമ്മൾ ഫുഡാക്കുന്ന ഏതൊക്കെ പ്ലാന്റ് ഉണ്ട്, റൂട്ട് നമ്മൾ ഫുഡാക്കുന്ന ഏതൊക്കെ പ്ലാന്റ് ഉണ്ടെന്ന് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് സ്റ്റഡി ചെയ്തായിരുന്നു. പിന്നീട് നമ്മൾ ഫുഡ് ഫ്രം ആനിമൽസ് ആണ് പഠിച്ചത് അല്ലെ. ആനിമൽസിൽ നമുക്ക് ഫുഡ് കിട്ടുന്നത് ഏതൊക്കെ കിട്ടുന്നുണ്ട്, ഈ മീറ്റ്, എഗ് അല്ലേ, മിൽക്ക്, ഇതെല്ലാം നമുക്ക് അല്ലേ, തേൻ, ഹണി, ഇതെല്ലാം നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നതാണ്? ആനിമൽസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഫുഡാന്ന് പറഞ്ഞു അല്ലേ. പിന്നെ നമ്മൾ എന്താ സ്റ്റാർട്ട് ചെയ്തത്? ഹൗ ഫുഡ് കം ടു us, ഫുഡ് എങ്ങനെ നമ്മളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് നമ്മൾ വീണ്ടും പിന്നീട് സ്റ്റാർട്ട് ചെയ്തത്. എങ്ങനെയാണ് നമ്മൾ പറയില്ലേ ഹോൾസെയിലേഴ്സിന്റെ കാര്യവും റീറ്റെയിലേഴ്സിന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് ഹാബിറ്റ് വേണമെന്ന് പറയില്ലേ, നമ്മൾ ഫുഡ് എപ്പം ഏത് സമയത്ത് ഏത് അളവിൽ കഴിക്കണം, അങ്ങനെ നല്ലൊരു ഫുഡ് ഹാബിറ്റ് ഇല്ല അല്ലേ, അതൊരു ആ രീതി പിന്തുടരണമെന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾക്ക് ആവശ്യമില്ലാതെ ആഹാരം വാരി വെച്ച് കഴിച്ചാൽ നമുക്ക് കൊണ്ടത്തടി പോലുള്ള പ്രോബ്ലംസ് ഉണ്ടാവും നമ്മൾ സ്റ്റഡി ചെയ്തു. പിന്നെ ഫുഡ് ഹാബിറ്റ് ഓഫ് ആനിമൽസിന്റെ ഫുഡ് ഹാബിറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മൾ ഫുഡ് ഹാബിറ്റ് ആനിമൽസിന്റെ ഒരു ഫുഡ് ഹാബിറ്റ് അനുസരിച്ച് നമ്മൾ ആനിമൽസിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഹെർബീവേഴ്സ് ഏതൊക്കെയാണ്? ഹെർബീവേഴ്സ്, കാർണിവേഴ്സ്, ഒമ്നിവേഴ്സ് എന്ന് പറഞ്ഞു. ഹെർബീവേഴ്സ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? സസ്യാഹാരം മാത്രം ഭക്ഷിക്കുന്ന മൃഗങ്ങളെയാണ്, ആനിമൽസിനെയാണ് നമ്മൾ ഹെർബീവേഴ്സ് എന്ന് പറഞ്ഞത്. അതായത് ഏതൊക്കെ വരാൻ അതിനകത്ത് കൗ, ഗോട്ട്, ഹോഴ്സസ്, എലിഫന്റ്, ഡോങ്കി, ജിറാഫ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞത്. പിന്നെ നമ്മൾ പറഞ്ഞത് കാർണിവേഴ്സ് പറഞ്ഞു. കാർണിവേഴ്സ് എന്തായിരുന്നു? മാംസഭോജികൾ അല്ലേ, മാംസം ഭക്ഷിക്കുന്ന മൃഗങ്ങൾ. ആനിമൽസിനാണ് നമ്മൾ കാർണിവേഴ്സ് അല്ലെങ്കിൽ മാംസഭോജികൾ എന്ന് പഠിച്ചായിരുന്നു. അതെന്താണ്? ലൈക്ക് ടൈഗർ, ലയൺ ഇല്ലേ, സിംഹവും കടുവയൊക്കെ എന്താണ്? വോൾസ് ആൻഡ് ലെപ്പേർഡ്സ്, ഇതെല്ലാം എന്താണ്? കടലിലും ജനങ്ങളെല്ലാം എന്താണ്? നമ്മുടെ മാംസാഹാരം മാത്രം കഴിച്ച് അല്ലേ മാത്രം ഭക്ഷിച്ച് ജീവിക്കുന്ന ആനിമൽസിനാണ് അവരെ നമ്മൾ എന്തെന്ന് വിളിച്ചു? കാർണിവേഴ്സ് എന്ന് വിളിച്ചു. ഒമ്നിവേഴ്സ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഒമ്നിവേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? സസ്യവും കഴിക്കും മാംസവും കഴിക്കും. അങ്ങനെയുള്ള ആനിമൽസിനെയാണ് നമ്മൾ ഒമ്നിവേഴ്സ് എന്ന് പറഞ്ഞത് അല്ലേ. എന്താ കഴിക്കും? മാംസവും കഴിക്കും സസ്യവും കഴിക്കും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? പിന്നെ നമ്മൾ കോൺസിസ്റ്റന്റ് ഓഫ് ഫുഡ് ആണ്, ഫുഡിൻ്റെ അകത്ത് അടങ്ങിയിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണെന്നില്ലേ, ഫുഡിൻ്റെ അകത്ത് അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ ആ ഒരു വ്യവസ്ഥയെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ടെന്ന് പറഞ്ഞു, ഫാറ്റ് അല്ലേ, പ്രോട്ടീൻ, പിന്നെന്താണ് വിറ്റാമിൻ, മിനറൽസ് അല്ലേ, പിന്നെ വാട്ടറിന്റെ ഇമ്പോർട്ടൻസ്, നമ്മൾ വാട്ടർ കുടിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളും കാര്യങ്ങളും, ഡീഹൈഡ്രേഷൻ എന്താണ്, അതൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്തു. പിന്നെ ഒരു ബാലൻസ്ഡ് ഡയറ്റ് നമുക്ക് വേണമെന്ന് പറഞ്ഞു. ബാലൻസ്ഡ് ഡയറ്റ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ എത്ര ആഹാരം എപ്പോൾ കഴിക്കുന്നു, നമ്മൾ എത്ര അളവിൽ കഴിക്കണം എന്നൊക്കെയുള്ള നമ്മൾ കറക്റ്റായിട്ട് രീതിയിൽ ചെയ്തു. ആ ഒരു ഡയറ്റിൽ നമ്മൾ പോകണം. അതാണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ. ഒരു സമീകൃത ആഹാരത്തെ കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്തു. പിന്നെ ലാക്ക് ഓഫ് ന്യൂട്രിയൻസ് നമ്മുടെ ശരീരത്തിൽ കുറവായുമ്പോഴുള്ള പലതരത്തിലുള്ള രോഗങ്ങൾ കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്തായിരുന്നു. ഇപ്പൊ സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. അതിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ
കംപ്ലീറ്റ് ആക്കി വെച്ചേക്കുവാണ് അല്ലേ. പിന്നെ നമ്മൾ ഏതാണ് 3rd ചാപ്റ്റർ പഠിച്ചു, ക്ലാസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽ. അതിനകത്ത് എന്താ നമ്മൾ പഠിച്ചത്, മെറ്റീരിയലിനെ നമ്മൾ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം, അല്ലെങ്കിൽ ആ ക്ലാസിഫിക്കേഷൻ ചെയ്തേക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ്, ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നതിന്റെ ആവശ്യകത എന്താണെന്ന് പഠിച്ചു ഇല്ലേ. അത് പഠിച്ചിട്ട് നമ്മൾ എന്താണ് ഹൗ ടു ക്ലാസിഫൈ മെറ്റീരിയൽ, മെറ്റീരിയൽ നമ്മൾ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം, ഏതൊക്കെ രീതിയിൽ നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യാമെന്ന് പറഞ്ഞു. അതിന് ലസ്റ്റർ, സ്മൂത്ത്നെസ് ഓഫ് സർഫസ്, ട്രാൻസ്പെറൻസി, ഹാർഡ്നെസ്, ഡക്റ്റിലിറ്റി ആൻഡ് മാലബിലിറ്റി, ഫ്ലോട്ടിംഗ് ഓർ സിങ്കിങ് ഇൻ വാട്ടർ, സോളിബിലിറ്റി. അതിന്റെ ലസ്റ്റർ അനുസരിച്ച് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം മെറ്റീരിയൽസിനെ. സ്മൂത്ത്നെസ് ഓഫ് ഉപരിതലത്തിന്റെ ഒരു സ്മൂത്ത്നെസ് അനുസരിച്ച് നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യാം. ട്രാൻസ്പെറൻസി, മെറ്റീരിയൽസിന്റെ സുതാര്യത വെച്ചിട്ട് നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യാം. ഹാർഡ്നെസ്, കട്ടി ഉപയോഗിച്ച്. പിന്നെ ഫ്ലോട്ടിംഗ് ഓർ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന മെറ്റീരിയൽ കൊണ്ട് ക്ലാസിഫൈ ചെയ്യാം. ഡക്റ്റിലിറ്റി ആൻഡ് മാലബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്യാം. സോളിബിലിറ്റി, വെള്ളത്തിൽ ലയിക്കുന്ന പദാർത്ഥങ്ങൾ, ലയിക്കാത്ത പദാർത്ഥങ്ങൾ എന്നിങ്ങനെ രണ്ടായിട്ട് വീണ്ടും നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. എന്തൊക്കെ മെറ്റീരിയൽസിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. ഈ കാര്യങ്ങളാണ് നമ്മൾ 3rd ചാപ്റ്ററിൽ സ്റ്റഡി ചെയ്തത്. അതിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് ക്ലിയർ ആക്കി വെച്ചേക്കുവാണ് ഇല്ലേ. അപ്പൊ ബേസിക് സയൻസിൽ 3 ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിന് പഠിക്കാൻ. പിന്നെ നമ്മൾ സ്റ്റഡി ചെയ്തത് സോഷ്യൽ സയൻസ് ആയിരുന്നു അല്ലേ. സോഷ്യൽ സയൻസിൽ നമ്മൾ ജോഗ്രഫിയിലെ ഫസ്റ്റ് 2 ചാപ്റ്റർ നമ്മൾ പഠിച്ചു. ഏതൊക്കെയായിരുന്നു, എർത്ത് ആൻഡ് സോളാർ സിസ്റ്റവും മാപ്പും. എർത്ത് ആൻഡ് സോളാർ സിസ്റ്റം നമ്മൾ എന്തൊക്കെയാണ് പറയുന്നത്, സ്റ്റാർസിനെ കുറിച്ച് പഠിച്ചു, കോൺസ്റ്റലേഷനെ കുറിച്ച് പഠിച്ചു അല്ലേ. എന്താണ് ഗാലക്സി, സോളാർ സിസ്റ്റം എന്താണ്, സോളാർ സിസ്റ്റത്തിൽ എത്ര ഗ്രഹങ്ങൾ വരുന്നുണ്ടോ, സണ്ണിനെ കുറിച്ച് പഠിച്ചു, പ്ലാനറ്റ്സിന്റെയും അതിന്റെ മോഷൻസിനെയും കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്തു. എർത്ത് അല്ലേ, എർത്ത് ഒരു യൂണിക് പ്ലാനറ്റ് ആണ്, നമ്മൾ എർത്തിനെ കുറിച്ച് പഠിച്ചു. സാറ്റലൈറ്റ് എന്താണെന്ന് നോക്കി, മൂൺ, ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്, ഈ കാര്യങ്ങളെല്ലാം കുറിച്ച് നമ്മൾ. പിന്നെ അതർ സെലസ്റ്റിയൽ ബോഡീസ്, ഫസ്റ്റ് ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് സെലസ്റ്റിയൽ ബോഡീസിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ. സ്റ്റാർസ്, മൂൺ, സൺ തുടങ്ങിയ സെലസ്റ്റിയൽ ബോഡീസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അതുകൂടാതെ വേറെ കുറച്ച് സെലസ്റ്റിയൽ ബോഡീസിനെ കുറിച്ചും പഠിച്ചത് അല്ലേ. മീറ്ററോയിഡ്സ്, കോമറ്റ്സ്, പിന്നെ ആസ്ട്രോയിഡ്സ്, ഡോഗ് പ്ലാനറ്റ്സ്, ഇങ്ങനെ കുറച്ച് അതർ സെലസ്റ്റിയൽ ബോഡീസിനെ കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്തു. അതിന്റെ ക്വസ്റ്റ്യൻ ആൻസറും ക്ലിയർ ആയിട്ട് പഠിക്കാം. സെക്കൻഡ് നമ്മൾ നോക്കിയ ചാപ്റ്റർ ആണ് മാപ്പ് എന്ന് പറയുന്നത്. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആയിരുന്നു അല്ലേ. അതിനകത്ത് എന്താണ് പ്രധാനമായിട്ട് പറയുന്നത്, എന്താണ് ഗ്ലോബ്, എന്താണ് മാപ്പ്, ഹിസ്റ്ററി ഓഫ് മാപ്പ് മേക്കിംഗ്. ഹിസ്റ്ററി ഓഫ് മാപ്പ് മേക്കിങ്ങിന് നമ്മളൊരു പേര് പറയും, എന്തായിരുന്നു, എന്താണ് കാർട്ടോഗ്രാഫി എന്ന് നമ്മൾ വിളിച്ചു അല്ലേ. ഹിസ്റ്ററി ഓഫ് മാപ്പ് മേക്കിങ്ങിനെ നമ്മൾ എന്ത് വിളിച്ചു, കാർട്ടോഗ്രാഫി എന്ന് വിളിച്ചു. അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് മാപ്പ് നമ്മൾ പഠിച്ചു. പൊളിറ്റിക്കൽ മാപ്പ് ഉണ്ട്, ഫിസിക്കൽ മാപ്പ് ഉണ്ട്, തീമാറ്റിക് മാപ്പ് ഉണ്ട്. പിന്നെ ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ഓഫ് മാപ്പിന്റെ ഇമ്പോർട്ടന്റ് ഫീച്ചർ എന്തൊക്കെയാണ് നമ്മൾ നോക്കിയാണ്. എന്തൊക്കെയായിരുന്നു, സ്കെയില്, അത് നമ്മൾ പറഞ്ഞാണ് സ്കെയില്. പിന്നെന്താണ് ഡയറക്ഷൻസ്, സ്കെയിൽ ആൻഡ് സൈസ് ഓഫ് മാപ്പ്, ഇതൊക്കെ നമ്മൾ അതിൽ പഠിച്ചു. പിന്നെ നമ്മൾ സ്കെച്ചും പ്ലാനും എന്താണ് സ്റ്റഡി ചെയ്തു. സ്കെച്ചും പ്ലാനും മാപ്പും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അപ്പൊ ആ ചാപ്റ്റർ എന്താണ് പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഇല്ലേ, അതിന് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റഡി ചെയ്യണം. പിന്നെ നമ്മൾ ഹിസ്റ്ററിയിൽ ഒരു ചാപ്റ്റർ ആണ് പഠിച്ചത് ഇല്ലേ, ഇൻട്രൊഡക്ഷൻ ടു ഹിസ്റ്ററി. ജോഗ്രഫിയിലെ 2 ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ പിന്നെ ഏതാ സ്റ്റഡി ചെയ്തത്, ഹിസ്റ്ററിയിലെ 2 ചാപ്റ്ററിനെ ഹിസ്റ്ററിയിലെ ഒരു ചാപ്റ്റർ ആണ് പഠിച്ചത്, ഇൻട്രൊഡക്ഷൻ ടു ഹിസ്റ്ററി ഫസ്റ്റ് ചാപ്റ്റർ. അപ്പോൾ എന്താണ് ഹിസ്റ്ററി എന്ന് നോക്കി അല്ലേ. പ്രീ ഹിസ്റ്ററി, പാസ്റ്റ് ഹിസ്റ്ററി അല്ലേ, അത് നമ്മൾ എന്താണ് നോക്കി. പ്രീ ഹിസ്റ്ററി എന്താണെന്ന് പഠിച്ചു, ഹിസ്റ്ററി എന്താണെന്ന് പഠിച്ചു. അതുപോലെ നമ്മൾ എന്താണ് ഹിസ്റ്ററി എന്ന് പഠിച്ചു. പിന്നെ ഒരു ഹിസ്റ്റോറിയൻ എന്ന് വെച്ചാൽ ആരെയാണ് നമ്മൾ ഹിസ്റ്റോറിയൻ എന്ന് വിളിക്കുന്നത്. പിന്നെ നമ്മൾ വേറെ പാസ്റ്റ് ഇവന്റ്സ് അല്ലേ, നമ്മൾ എവിടെയാണ് നടക്കുന്നത്, ഹിസ്റ്ററി നടക്കുമ്പോൾ അതിന് സ്ഥലം ഉണ്ടാവും, ഒരു സമയം ഉണ്ടാവും, അതിനെയൊക്കെ നമ്മൾ കുറിച്ച് പഠിച്ചു. പിന്നെ സോഴ്സ് മെറ്റീരിയൽ 2 തരത്തിലുണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്, ആർക്കിയോളജിക്കൽ സോഴ്സ് മെറ്റീരിയലും ഉണ്ട്, ലിറ്റററി സോഴ്സ് മെറ്റീരിയലും ഉണ്ട്. അതിൽ ആർക്കിയോളജിക്കൽ സോഴ്സ് മെറ്റീരിയൽ എക്സാമ്പിൾ ഏതൊക്കെയാണ്, ആർട്ട് ക്രാഫ്റ്റ്, ഇൻസ്ക്രിപ്ഷൻസ്, മോണുമെന്റ്സ്. ലിറ്റററി സോഴ്സിനോ റിലീജിയസ് ലിറ്ററേച്ചർ ഉണ്ട്, സെക്യുലർ ലിറ്ററേച്ചർ ഉണ്ട് ഇല്ലേ, റിലീജിയസ് ലിറ്ററേച്ചർ ഉണ്ട്. അതായത് ലിറ്റററി സോഴ്സ് മെറ്റീരിയൽ നമ്മൾ വീണ്ടും 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തു, റിലീജിയസ് ലിറ്ററേച്ചർ എന്നും സെക്യുലർ ലിറ്ററേച്ചർ എന്നും. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ലിറ്റററി സോഴ്സിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് നമ്മൾ സ്റ്റഡി ചെയ്തത്. അപ്പോൾ സോഷ്യൽ സയൻസിലെയും 3 ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. അതിന്റെ ക്വസ്റ്റ്യൻ ആൻസറും നമ്മൾ പഠിച്ചു വെച്ചേക്കും അല്ലേ. സയൻസിന്റെയും 3 ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ നമ്മൾ GK അല്ലേ, GKയിൽ നമ്മൾ ഒരു 7 ചാപ്റ്റർ നമ്മൾ സ്റ്റഡി ചെയ്തായിരുന്നു. എവിടെ വരെയാണ്, ഫേമസ് സയന്റിസ്റ്റ് ഓഫ് ഇന്ത്യ. നമ്മുടെ ഫസ്റ്റ് 7 നാച്ചുറൽ വണ്ടേഴ്സ് ഓഫ് ദ വേൾഡ് തൊട്ട് ഫേമസ് സയന്റിസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന 1 to
7 ചാപ്റ്റർ ആണ് നമ്മൾ ജി കെയിൽ കംപ്ലീറ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. ആ 1 to 7 ചാപ്റ്റർ നമ്മൾ സ്റ്റഡി ചെയ്യണം. അതിൽ ആദ്യം എന്താണ് 7 നാച്ചുറൽ വണ്ടേഴ്സ് ഓഫ് ദ വേൾഡ്, നമ്മുടെ ലോകത്തിൽ 7 അത്ഭുതങ്ങളെ കുറിച്ചാണ് ഓരോ പറഞ്ഞത് ഇല്ലേ. ഇതിനെ കുറിച്ച് പറഞ്ഞായിരുന്നു മൗണ്ട് എവറസ്റ്റ് കുറിച്ചും ഇല്ലേ, അതിനെ കുറിച്ചാണ് നമ്മൾ അതിൽ സ്റ്റഡി ചെയ്തത്. പിന്നെ സെക്കൻഡ് ചാപ്റ്റർ ലാർജസ്റ്റ് ആൻഡ് ലോങ്ങസ്റ്റ് വാട്ടർ ബോഡീസ്, ലാർജസ്റ്റ് ആയിട്ടും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള വാട്ടർ ബോഡീസ് ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ എന്താണ് അതിൻ്റെ ഇടയ്ക്ക് ഒരു ക്യൂസ് എന്ന് പറഞ്ഞിട്ട് പേജ് നമ്പർ 7 ലാർജസ്റ്റ് എന്താണ് വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ഓഫ് 7 കോണ്ടിനെന്റ്സ്, ഏതാണ് ലാർജസ്റ്റ് 7 കോണ്ടിനെന്റ്സിൽ ഏതാണ് ലാർജസ്റ്റ്, അതുപോലെ സ്മാളസ്റ്റ് ഏതാണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ക്യൂസിൽ നമ്മൾ സ്റ്റഡി ചെയ്തു. പിന്നെ തേർഡ് ചാപ്റ്റർ കൺട്രീസ് ക്യാപിറ്റൽ ആൻഡ് കറൻസി ആണ്. ഓരോ കൺട്രി എന്നിട്ട് അതിന്റെ ക്യാപിറ്റൽ ഏതാണ്, അവിടുത്തെ കറൻസി ഏതാണ്, അങ്ങനെ കുറച്ച് കൺട്രിയും ക്യാപിറ്റലും കറൻസി നമ്മൾ സ്റ്റഡി ചെയ്തു. അതിനെ നമ്മൾ മാച്ച് ദ ഫോളോ സിമ്പിൾ വന്നിട്ട് ഓരോ ഇവിടുത്തെ ഏത് കറൻസിയാണെന്ന് മാച്ച് ചെയ്യാൻ പറഞ്ഞായിരുന്നു. പിന്നെ നമ്മൾ ചെയ്തത് എന്താണ് ചൂസ് ദ കറക്റ്റ് ആൻസർ, ക്വസ്റ്റ്യൻ തന്നിട്ട് ഏതാണ് ഒരു കൺട്രി തന്നിട്ട് അവിടുത്തെ ക്യാപിറ്റൽ ഏതാണെന്നും ഇല്ലേ, അല്ലെങ്കിൽ ക്യാപിറ്റൽ തന്നിട്ട് ആ കൺട്രി ഏതാണെന്ന് നമ്മൾ സ്റ്റഡി ചെയ്ത് വെച്ചു. പിന്നെ നമ്മൾ സോബ്രിക്യൂട്ട്സ് പഠിച്ചു ഇല്ലേ, ഓരോ സ്ഥലത്തെയും വേറൊരു പേരിൽ നമ്മൾ അറിയപ്പെടുന്നത് അപരനാമങ്ങളൊക്കെ പറയാം. അപ്പോൾ ആ ഒരു രീതി നമ്മൾ പഠിച്ചു. പിന്നെ പ്ലേസ് ടു സീ, നമുക്ക് പിക്ചർ തന്നിട്ട് അത് ഏത് സ്ഥലമാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനുണ്ടായിരുന്നു. ആ ചാപ്റ്റർ നമ്മൾ സ്റ്റഡി ചെയ്തു. ഇടയ്ക്കൊരു ക്യൂസ് ഉണ്ട്, കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് അതും പഠിച്ചു. പിന്നെ ഇന്ത്യസ് ഹയസ്റ്റ് ടാളസ്റ്റ് ആൻഡ് ബിഗ്ഗസ്റ്റ്, ഇന്ത്യയിലെ വലിപ്പം കൂടിയത് ഉയരം കൂടിയ നീളം അങ്ങനെ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പിക്ചേഴ്സ് ആയിട്ട് നമ്മൾ സ്റ്റഡി ചെയ്തിരുന്നു. പിന്നെ നമ്മൾ നോക്കിയത് ഫേമസ് സയന്റിസ്റ്റ് ഓഫ് ഇന്ത്യ, കുറച്ച് ഡിസ്ക്രിപ്ഷൻ തന്നിട്ട് ഒരു പിക്ചറും തന്നിട്ടുണ്ട്, അത് ഏത് സയന്റിസ്റ്റ് ആണ് ഐഡന്റിഫൈ ചെയ്യാനായിരുന്നു നമ്മുടെ അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്ര 7 ചാപ്റ്റർ നമ്മൾ സ്റ്റഡി ചെയ്ത് വെച്ചു. അതിന്റെ നോട്ടും കംപ്ലീറ്റ് ആണ്. പിന്നെ നമ്മൾ പഠിച്ച സബ്ജക്റ്റ് മാത്സിൽ നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ നമ്പർ സിസ്റ്റം പഠിച്ചായിരുന്നു അല്ലേ. നമ്പർ സിസ്റ്റത്തിൽ എന്താ നമ്മൾ നോക്കിയത്, നമ്മൾ ഹിന്ദു അറബിക് സിസ്റ്റത്തിൽ നമ്മൾ നമ്പർ സിസ്റ്റം എഴുതാൻ പഠിച്ചായിരുന്നു. പിന്നെന്താണ് നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ ഇല്ലേ ഒരു പ്ലേസ് വാല്യൂ ചാർട്ട് അല്ലേ 1, 10 ഇല്ലേ 1000, 100 അങ്ങനെ പ്ലേസ് വാല്യൂ ചാർട്ടിൽ നമ്മൾ നമ്പേഴ്സിനെ എഴുതാൻ പഠിച്ചു. അത് വെച്ചിട്ട് കുറെ എക്സസൈസ് നമ്മൾ ചെയ്തായിരുന്നു. ഇന്റർനാഷണൽ സിസ്റ്റത്തിൽ ന്യൂമറേഷൻ അത് നമ്മൾ പഠിച്ചു. നമ്മൾ 1s, 10s, 1000s അതൊക്കെ പഠിച്ചിട്ട് ആക്ച്വലി എന്ത് വരുന്നു മില്യൺസ് വരുന്നുണ്ട് അല്ലേ, അങ്ങനെ നമ്മൾ ബില്യൺസ് വരുന്നുണ്ട്. അങ്ങനെയുള്ള ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് നമ്പറിനെ കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്തു. പിന്നെ 2 നമ്പർ കമ്പാരിസൺ ചെയ്ത് എഴുതാൻ നമ്മൾ സ്റ്റഡി ചെയ്തായിരുന്നു. അതുപോലെ തന്നെ വേർഡ് പ്രോബ്ലംസ് ഓൺ നമ്പർ ഓപ്പറേഷൻസ്, വേർഡിൽ നമുക്ക് കുറച്ച് ഒരു കണക്ക് തന്നിട്ട് അതിനെ നമ്മൾ നമ്പറിലോട്ട് കൺവേർട്ട് ചെയ്ത് എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. അത് നമ്മൾ കുറേ എക്സസൈസ് ചെയ്തു. ആ എക്സസൈസ് എല്ലാം എന്താണ് നമ്മൾ ചെയ്ത് പഠിക്കണം. ടെക്സ്റ്റിൽ കിടക്കുന്ന സോൾവ് ക്വസ്റ്റ്യൻസും എന്താണ് ആ ഒരു ഹോംവർക്കും തന്ന എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത് പഠിക്കുക. പിന്നെ നമ്മൾ പഠിച്ച ചാപ്റ്റർ ആണ് എന്താണ് ഹോൾ നമ്പേഴ്സ് അല്ലേ. ഹോൾ നമ്പേഴ്സിൽ നമ്മൾ എന്തൊക്കെയാണ് സ്റ്റഡി ചെയ്തത്, ഹോൾ നമ്പേഴ്സിൽ നമ്മൾ സ്റ്റഡി ചെയ്തത് എന്താണെന്ന് വെച്ചാൽ എന്താണ് നാച്ചുറൽ നമ്പർ എന്ന് നമ്മൾ പഠിച്ചു, എന്താണ് ഹോൾ നമ്പർ എന്ന് പഠിച്ചു, സക്സസർ ഓഫ് എ ഹോൾ നമ്പർ, നമ്പറിന്റെ ഒരു ഹോൾ നമ്പറിന്റെ സക്സസർ എന്താണ്, പ്രെഡസർ ഓഫ് എ ഹോൾ നമ്പർ, ഇതൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്തു. അതിന്റെ കുറച്ച് എക്സസൈസ് നമ്മൾ ചെയ്തായിരുന്നു. പിന്നെ നമ്മൾ ഓപ്പറേഷൻസ് ഓൺ ഹോൾ നമ്പേഴ്സിൽ നമ്മൾ അഡീഷൻ ചെയ്തു, അഡീഷന്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ സബ്സ്ട്രാക്ഷൻ ചെയ്തു, സബ്സ്ട്രാക്ഷന്റെ പ്രോപ്പർട്ടീസ് പഠിച്ചു. മൾട്ടിപ്ലിക്കേഷൻ അതിന്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചും പഠിച്ചു. ഡിവിഷൻ അതിനെക്കുറിച്ചും നമ്മൾ സ്റ്റഡി ചെയ്തതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ രണ്ടാമത്തെ സെക്കൻഡ് ചാപ്റ്ററിൽ ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്ന ആ ചാപ്റ്ററിൽ നമ്മൾ സ്റ്റഡി ചെയ്തത്. അതിനെക്കുറിച്ച് നമ്മൾ കുറേ ഹോംവർക്കും എക്സസൈസും ഒക്കെ ചെയ്തായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ 4 സബ്ജക്റ്റിൽ നിന്നും നമ്മുടെ എക്സാമിന് വരുന്ന കാര്യങ്ങളാണ് ടീച്ചർ പറഞ്ഞത്. മാത്സിൽ നമ്മൾ 2 ചാപ്റ്റർ സ്റ്റഡി ചെയ്തു. അത് രണ്ടും നല്ല വൃത്തിയായിട്ട് പഠിക്കുക. സോഷ്യൽ സയൻസിൽ 3 ചാപ്റ്റർ അല്ലെ, ബേസിക് സയൻസിൽ 3 ഉണ്ട്, ജി കെയിൽ 1 to 7 ചാപ്റ്റേഴ്സ്. അപ്പൊ ഇത്രയും ചാപ്റ്റർ നല്ല ഈ ഓരോ ചാപ്റ്ററിലെ കാര്യങ്ങൾ ക്വസ്റ്റ്യൻസ് തന്നേക്കുന്നത് നല്ലോണം പഠിക്കുക, ഫർമാറ്റ് ചെയ്ത് പഠിക്കുക. മാത്സ് നമ്മൾ ചെയ്ത് പഠിക്കണം. അപ്പം എക്സാം എല്ലാവരും നല്ല രീതിയിൽ എഴുതുക. എങ്കിൽ നമുക്ക് ക്ലാസ് വൈകിട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. Good morning all of you. Good morning. Okay. എല്ലാവരും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കല്ലേ? കുറച്ച് നേരം കമ്പ്യൂട്ടർ പഠിക്കാം. ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ ലെസൺ 2 പേജ് നമ്പർ 19 fill in the blanks വരെ പഠിച്ചു. നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് match the following ആണ്. എല്ലാവരും ശ്രദ്ധിച്ചേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കോപ്പി ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സ്. കോപ്പി ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സ് എന്താണ്? ഫയലുകളും ഫോൾഡറുകളും പകർത്തുക. കോപ്പി ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയലുകളും ഫോൾഡറുകളും എന്ത് ചെയ്യാം? പകർത്തുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ, മൂവ് ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സ്. മൂവ്
നിർവചിക്കുക. ഡിഫൈൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നേക്ക നിർവചിക്കുക. Operating system is a set of software that manages computer hardware, resource and provides common services for computer programs. Operating system is a set of software that manages computer hardware, resource and provides common services for computer programs. Operating system is a set of software that manages computer hardware, resource and provides common services for computer programs. Computer hardware ഉപകരണങ്ങൾ നിയന്ത്രിക്കുകയും കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾക്കായി പൊതുവായ സേവനങ്ങൾ നൽകുകയും ചെയ്യുന്ന ഒരു കൂട്ടം സോഫ്റ്റ്വെയർ ആണ് എന്തെന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഉപകരണങ്ങൾ നിയന്ത്രിക്കുകയും കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾക്കായി പൊതുവായ സേവനങ്ങൾ നൽകുകയും ചെയ്യുന്ന ഒരു കൂട്ടം സോഫ്റ്റ്വെയർ ആണ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഉപകരണങ്ങൾ നിയന്ത്രിക്കുകയും കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾക്കായി പൊതുവായ സേവനങ്ങൾ നൽകുകയും ചെയ്യുന്ന ഒരു കൂട്ടം സോഫ്റ്റ്വെയർ ആണ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് എ സെറ്റ് ഓഫ് ഹാർഡ്വെയർ. Operating system is a set of software that manages computer hardware, resource and provides common services for computer programs. Operating system is a set of software that manages computer hardware, resource and provides common service for computer programs. Okay? In രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. List down components of a Windows OS. List down the components of a Windows OS. OS എന്താണ് operating system. List down the components of a Windows operating system. Windows operating systemത്തെ ഘടകങ്ങൾ പട്ടികപ്പെടുത്തുക. ഒന്നാമത്തെ ഘടകം നോക്കിക്കേ. Control programs. ഒന്നാമത്തെ ഘടകം ഏതാണ്? Control programs. Control programs എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയന്ത്രണ പരിപാടികൾ. Control programs എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയന്ത്രണ പരിപാടികൾ. Control programs എന്താണ്? നിയന്ത്രണ പരിപാടികൾ. അത് നോക്കിക്കേ. സിസ്റ്റം സർവീസ്. സിസ്റ്റം സർവീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റം സർവീസ് പരിപാടികൾ. സിസ്റ്റം സർവീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റം സർവീസ് പ്രോഗ്രാംസ്. സിസ്റ്റം സർവീസ് പ്രോഗ്രാംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റം സർവീസ് പരിപാടികൾ. സിസ്റ്റം സർവീസ് പ്രോഗ്രാംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റം സർവീസ് പരിപാടികൾ. അടുത്ത നോക്കിക്കേ. യൂട്ടിലിറ്റി പ്രോഗ്രാം. യൂട്ടിലിറ്റി പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്ടിലിറ്റി പ്രോഗ്രാമുകൾ. യൂട്ടിലിറ്റി പ്രോഗ്രാമുകൾ ഏതാണ്? യൂട്ടിലിറ്റി പ്രോഗ്രാം. യൂട്ടിലിറ്റി പ്രോഗ്രാമുകൾ ഒന്ന് നോക്കിക്കേ. കൺട്രോൾ പ്രോഗ്രാംസ്, സിസ്റ്റം സർവീസ് പ്രോഗ്രാംസ്, യൂട്ടിലിറ്റി പ്രോഗ്രാംസ്. ഒന്നുകൂടെ. കൺട്രോൾ പ്രോഗ്രാംസ്, സിസ്റ്റം സർവീസ് പ്രോഗ്രാംസ്, യൂട്ടിലിറ്റി പ്രോഗ്രാംസ്. ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. What are the operations on the files and folders? What are the operations on the files and folders? What are the operations on the files and folders? ഫയലുകളും ഫോൾഡറുകളുമുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഫയലുകളും ഫോൾഡറുകളിലുമുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഫയലുകളും ഫോൾഡറുകളിലുമുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പ്രവർത്തനം നോക്കിക്കേ. കോപ്പി ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സ്. കോപ്പി ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയലുകളും ഫോൾഡറുകളും പകർത്തുക. കോപ്പി ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയലുകളും ഫോൾഡറുകളും എന്ത് ചെയ്യുക? പകർത്തുക. രണ്ടാമത് നോക്കിയേ. റിനെയിം ഓർ മൂവ് ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സ്. റിനെയിം ഓർ മൂവ് ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയലുകളുടെയും ഫോൾഡറുകളുടെയും പേര് മാറ്റുക അല്ലെങ്കിൽ നീക്കുക. ഫയലുകളുടെയും ഫോൾഡറുകളുടെയും പേര് മാറ്റുക അല്ലെങ്കിൽ നീക്കുക. റിനെയിം ഓർ ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയലുകളുടെയും ഫോൾഡറുകളുടെയും പേര് മാറ്റുക അല്ലെങ്കിൽ നീക്കുക. ഫയലുകളുടെയും ഫോൾഡറുകളുടെയും പേര് മാറ്റുക അല്ലെങ്കിൽ നീക്കുക. അത് ഡിലീറ്റ് ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സ്. ഡിലീറ്റ് ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയലുകൾ ഫോൾഡറുകൾ ഇല്ലാതാക്കുക. ഡിലീറ്റ് ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയലുകൾ ഫോൾഡറുകൾ എന്ത് ചെയ്യുക? ഇല്ലാതാക്കുക. ഡിലീറ്റ് ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ copy files and folders, delete or move files and folders, delete files and folders. Copy files and folders, delete or move files and folders, delete files and folders. Copy files and folders, delete or move files and folders, delete files and folders. Copy files and folders, delete or move files and folders, delete files and folders. Okay. Okay, this is what I answer the following